നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ചാലക്കുടി കലാഭവൻ പാർക്കിൽ നിന്നും ലഹരി വിരുദ്ധ ബോധവൽക്കരണ വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ചാലക്കുടി കലാഭവൻ പാർക്കിൽ നിന്നും ലഹരി വിരുദ്ധ ബോധവൽക്കരണ വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കേരള സർക്കാർ സംസ്ഥാന വ്യാപകമായി ലഹരി മാഫിയയ്ക്കെതിരെ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി റൂറൽ പോലീസുമായി ചേർന്ന് ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. രാജ്യത്തെ പാസ്പോർട്ട് സേവനങ്ങളുടെ ഫീസ് ഘടനയിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. മൂന്നാഴ്ച കൊണ്ട് 11,000 രൂപ ഇടിഞ്ഞ സ്വർണ്ണവിലയിൽ നേരിയ മുന്നേറ്റം. ആഴ്ചകളായി ദുർബലമായി തുടരുന്ന കാലവർഷം ഈ മാസം അവസാനത്തോടെ ശക്തമാകാൻ സാധ്യത. പാർട്ടിയിലും മുന്നണിയിലും ചർച്ചയാകാതെ മദ്യനികുതിയിൽ തീരുമാനമെടുക്കാനാകില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിക്കാൻ LDF തീരുമാനിച്ചിരുന്നുവെങ്കിലും ഉദ്ദേശിച്ചത് കശുമാങ്ങ പോലെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മദ്യ ഉത്പാദനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വാർത്തകൾ വിശദമായി. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ചാലക്കുടി കലാഭവൻ പാർക്കിൽ നിന്നും ലഹരി വിരുദ്ധ ബോധവൽക്കരണ വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭ, ചാലക്കുടി എക്സൈസ് വിമുക്തി, സുപ്ര സുസുക്കി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റാലി സനീഷ് കുമാർ ജോസഫ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭ അധ്യക്ഷ ആലി ഷിബു ചടങ്ങിൽ അധ്യക്ഷയായി. ചാലക്കുടി DYSP KP ബെന്നി, നഗരസഭ വൈസ് ചെയർപേഴ്സൺ KV പോൾ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ ലിജി ജോജി, സുകേഷ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു, നഗരസഭ കൗൺസിലർമാരായ ജിൽ ആന്റണി, വിൽസൺ പാണാട്ടുപറമ്പിൽ, VJ ജോജി, ഷിഫ സന്തോഷ്, നീനു മാത്യു, ആനി പോൾ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, ശ്രീഹരി മൂർക്കന്നൂർ, VD ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു. റാലി തുമ്പൂർ മുഴി ബട്ടർഫ്ലൈ ഗാർഡൻ പാർക്കിൽ സമാപിച്ചു. തുടർന്ന് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് കുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 1.5 വർഷക്കാലമായി ചാലക്കുടിയുടെ നന്മ ലഹരിയുമായി ബന്ധപ്പെട്ട വിവിധ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചിരുന്ന ചാലക്കുടി നഗരസഭ അതിനേക്കാളുപരി നമ്മുടെ പല പ്രവർത്തനങ്ങൾക്കും സഹായകരമായ നിലപാടെടുത്ത സുപ്ര സുസുക്കി കമ്പനിയുടെ സംയുക്തമായിട്ടുള്ള ലഹരി നേരത്തെ ചാലക്കുടി നഗരസഭ നന്മ ലഹരി ചാലക്കുടി എക്സൈസ് വിമുക്തിയുടെ സഹകരണത്തോടുകൂടി ഏകദേശം 1.5 വർഷക്കാലമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ ചാലക്കുടിയിലും ചാലക്കുടിക്ക് അപ്പുറമായിട്ട് നമ്മൾ നടത്തി വരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ ചാലക്കുടിയുടെ വിമുക്തി കേന്ദ്രമായ ചാലക്കുടി സർക്കാർ ആശുപത്രിയിലും ചാലക്കുടി എക്സൈസ് വകുപ്പ്, ചാലക്കുടി പോലീസ് അധികാരികൾ, ആരോഗ്യ മേഖല, മർച്ചന്റ് എന്നുവേണ്ട പത്രമാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ സന്നദ്ധ സംഘടനകൾ, ക്രാക്ട് പോലുള്ള എല്ലാവരും തന്നെ നിരവധിയായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ന് ഈ വിളംബര ജാഥ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നിവിടെ ചാലക്കുടി വിമുക്തി സംഘവും സുസുക്കിയുമൊക്കെ ചേർന്നുകൊണ്ട് ഇന്ന് ലഹരി വിരുദ്ധ വിളംബര ജാഥ എന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്.
ലോകം മുഴുവൻ ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം ലഹരിയുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പല ജീവിതങ്ങളും ലഹരിക്കടിമപ്പെട്ട് അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് യുവതലമുറ വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി തൊഴിലാളികളൊക്കെ ഇതിൻ്റെ കരിയർമാരായി മാറുന്നു. അതിൻ്റെ വിപണനവും ഒക്കെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഭീകരമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ നമ്മുടെ സമൂഹത്തിലുള്ള ലഹരി വിമുക്ത കേരളമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സമൂഹത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിട്ട് നമ്മളിപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളൊരു സംവിധാനം നമ്മുടെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരിയില്ലാത്ത നാട്, ആരോഗ്യമുള്ള ജനത. ലഹരിക്കെതിരെ ഒരുമിക്കാം, നാടിനെ കാത്തുരക്ഷിക്കാം. ലഹരി മാഫിയക്കെതിരെ ചാലക്കുടി എക്സൈസ് വിമുക്തി മിഷൻ, ചാലക്കുടി നഗരസഭ, നന്മ ലഹരി, ചാലക്കുടി സൂപ്ര സുസുക്കി സംയുക്തമായി അണിയിച്ചൊരുക്കുന്ന വിളംബര ബൈക്ക് റാലി കടന്നു. ലഹരിയോട് നവംബർ. ഇന്നും ജൂൺ 26 ലോകലഹരി വിരുദ്ധ ദിനം. ലഹരി എന്ന മാരക വിപത്തിനെതിരെ, തലമുറകളെ തകർക്കുന്ന ലഹരി മാഫിയക്കെതിരെ കേരള സർക്കാർ സംസ്ഥാന വ്യാപകമായി ലഹരി മാഫിയക്കെതിരെ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി റൂറൽ പോലീസുമായി ചേർന്ന് ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മാറ്റത്തിന്റെ കാറ്റ് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPS നിർവഹിച്ചു. മയക്കുമരുന്നിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ഇത്തരം ലഹരി വിരുദ്ധ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദീകരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസി അധ്യക്ഷയായി. ക്യാമ്പയിന് ആവേശം പകർന്ന കോളേജിലെ 2500ഓളം വിദ്യാർത്ഥിനികൾ അണിനിരന്ന് നടത്തിയ എയ്റോബിക്സ് ഡാൻസ് പരിപാടിയുടെ മുഖ്യ ആകർഷണമായി മാറി. കൂടാതെ NCC കാഡറ്റുകളും സ്പോർട്സ് ക്ലബ്ബ് വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളുടെ തെരുവ് നാടകവും ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശവുമായി. ചടങ്ങിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP NS സലീഷ്, ഇരിയാലക്കുട DYSP M സന്തോഷ് കുമാർ, ഇരിയാലക്കുട SHO T ദിലീഷ് എന്നിവരും വിവിധ സബ് ഇൻസ്പെക്ടർമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാർ, CPOമാർ എന്നിവരും പങ്കെടുത്തു. ചടങ്ങിന്റെ സമാപനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസി ചൊല്ലിക്കൊടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥിനികൾ ഏറ്റുചൊല്ലി. ഒരു പ്രാവശ്യം ഇത് ആരറിയാനാ? എനിക്ക് വേണ്ട, നീ ചെയ്തു, ഇത് ട്രൈ ചെയ്. കുറ്റിക്കാട് ലയൺസ് ക്ലബ്ബിൽ 27-ന് ശനിയാഴ്ച പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് KD അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച് സാജു ആന്റണി പത്താടൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ജോർജ് മൊറൈലി നിർവഹിക്കും. പുതിയ ഭാരവാഹികളായി ഡേവിഡ് B കൊച്ചാപ്പു പ്രസിഡന്റ്, വർഗീസ് പോട്ടാക്കാരൻ സെക്രട്ടറി, ജോർജ് കല്ലേലി ട്രഷറർ തുടങ്ങിയവർ സ്ഥാനമേൽക്കും. വാർത്താ സമ്മേളനത്തിൽ ഡേവിസ് V കൊച്ചാപ്പു, വർഗീസ് പോട്ടോക്കാരൻ, PD ജോൺസ് എന്നിവർ പങ്കെടുത്തു. കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുക, വീൽ ചെയറുകൾ. ഇപ്പോൾ ഒരു പയ്യൻ ആക്സിഡൻറ്റ് പറ്റി 23 വയസ്സായിട്ടുള്ളൊരു പയ്യനാണ്. BTech ഒക്കെ പഠിച്ച അവസാനമായിട്ടുള്ള സാധനമാണ്. ആൾക്ക് നമ്മളൊരു
മോട്ടർ വെച്ചിട്ടുള്ള വീൽ ചെയർ, കാരണം അത് ജോലി ചെയ്യാൻ വേണ്ടി നട്ടലിന് പ്രശ്നമായിട്ട് അലക്കിയിട്ട് ആളെ തള്ളുന്നു. 10,000 രൂപയോളം വീൽ ചെയർ മോട്ടോർ വെച്ചിട്ടുള്ളത്. അവർ തന്നെ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ അത്യാവശ്യമൊക്കെ മൂവ് ചെയ്യാൻ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ. ചെന്നൈയിലെ കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുന്നു. 19ാമത്തെ കൊല്ലമാണത് കുട്ടിക്കാട് ലയൺസ് ക്ലബ്ബ് തുടങ്ങിയിട്ട്. പോർട്ടുഗൽ ജംഗ്ഷനിൽ ഞങ്ങൾക്കൊരു 20 സെൻറ്റ് സ്ഥലവും അതിന് പോകുന്നുണ്ട്. അതിൽ പെർമനൻ്റായിട്ട് നമ്മൾ ഈ ഡയബറ്റിക്സിൻ്റെ ക്യാമ്പുകൾ നടത്താറുണ്ട്. പിന്നെ കുട്ടിക്കാട് നീതി മെഡിക്കൽ സ്റ്റോറിൽ, നീതി ലാബിൽ ഡയബറ്റീസിന് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ബുക്കുകൾ വിതരണം ചെയ്യാം. അത് ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇത്ര സർവീസ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ഇതുണ്ട്. കൂടാതെ ഞങ്ങൾ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്കൂളുകളിൽ നമ്മുടെ കേരള പോലീസിലും സഹോദയ കോളേജ്, ക്രൈസ്റ്റ്, നൈപുണ്യ തുടങ്ങിയ കോളേജുകളിൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന മോട്ടിവേറ്റർമാരുണ്ട്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പിള്ളേരെ എങ്ങനെ അഡ്വാൻസ് ആവണമെന്ന് കൊടുക്കുന്ന ക്ലാസ്സുകൾ, അങ്ങനെ പോലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളെ ഞങ്ങൾ സർവീസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്തരം സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ച് സർവീസ് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാളെ 10ഓളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ പഠനോപകരണങ്ങളും ബന്ധപ്പെട്ട സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിക്ട് തിരുവനന്തപുരത്തിലെ ഏറ്റവും നല്ല ക്ലബ്ബുകളിൽ ഒന്നാണ് കുറ്റിക്കാട് ലയൺസ് ക്ലബ്ബ്. എപ്പോഴും ഒരു 10 ക്ലബ്ബുകളിൽ ഒരു ക്ലബ്ബ് കുറ്റിക്കാട് ലയൺസ് ക്ലബ്ബായിരിക്കും. അത് തന്നെയല്ല, ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് കുറ്റിക്കാട് ക്ലബ്ബിൽ തന്നെയാണ് ഒരാൾ ഉണ്ടായിരുന്നത്. അതാണ് 3 കൊല്ലം 4 കൊല്ലം മുന്നോട്ട്. രാജ്യത്തെ പാസ്പോർട്ട് സേവനങ്ങളുടെ ഫീസ് ഘടനയിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. പുതിയ 36 പേജുള്ള പാസ്പോർട്ടിന് ഇനി 2,500 രൂപ നൽകേണ്ടി വരും. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള തൽക്കാൽ സേവനത്തിനായി അപേക്ഷിക്കുന്നവർ 5,000 രൂപ നൽകണം. നിലവിൽ ഇത് 1,500 രൂപ, 3,500 രൂപ എന്നിങ്ങനെയാണ്. 60 പേജുള്ള പാസ്പോർട്ടിന് 3,500 രൂപയും തൽക്കാലിൽ ലഭിക്കാൻ 6,000 രൂപയും നൽകണം. വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ വിജ്ഞാപന പ്രകാരം പുതുക്കിയ നിരക്കുകൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഏകദേശം 14 വർഷങ്ങൾക്ക് ശേഷമാണ് പാസ്പോർട്ട് ഫീസ് ഘടനയിൽ വലിയ മാറ്റം വരുന്നത്. അവസാനമായി 2012 ഫീസിൽ പ്രധാന ഭേദഗതി വരുത്തിയിരുന്നത്. നിലവിലെ നിരക്കുകളെ അപേക്ഷിച്ച് ഇത് ഗണ്യമായ വർധനയായാണ് കണക്കാക്കപ്പെടുന്നത്. പാസ്പോർട്ട് പുതുക്കൽ, നഷ്ടപ്പെട്ടതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ പാസ്പോർട്ടുകൾക്ക് പകരം പുതിയത് നൽകൽ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, മറ്റ് യാത്രാരേഖകൾ എന്നിവയ്ക്കും പുതിയ നിരക്കുകൾ ബാധകമാകും. ഇന്ത്യയിലെ അപേക്ഷകർക്കും വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ഈ മാറ്റം ബാധകമാണ്. കേടുപാടുകൾ സംഭവിച്ചവ മാറ്റാൻ 36 പേജുള്ളതിന് 5,000 രൂപ, 60 പേജിലുള്ളതിന് 6,000 രൂപ എന്നിങ്ങനെയാണ് ഫീസ്. ഇത് തൽക്കാലിൽ ലഭിക്കാൻ 7,500 രൂപ, 8,500 രൂപ എന്നിങ്ങനെയാണ് ഫീസ്. പ്രായപൂർത്തിയാകാത്ത അപേക്ഷകർക്ക് 1,750 രൂപയാണ് 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് പുതിയ ഫീസ് വരുന്നത്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് 750 രൂപയാണ് പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത്. വിദേശയാത്ര, തൊഴിൽ ആവശ്യങ്ങൾ, വിദേശ പഠനം, കുടിയേറ്റം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പാസ്പോർട്ട് എടുക്കാൻ പദ്ധതിയിടുന്നവർക്ക് ഇനി കൂടുതൽ തുക ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടാകും. പ്രത്യേകിച്ച് അടിയന്തര ആവശ്യങ്ങൾക്കായി തൽക്കാൽ സേവനം ആശ്രയിക്കുന്നവർക്ക് ചെലവ് വർദ്ധിക്കും എന്നാണ് വിലയിരുത്തൽ. അപേക്ഷകർക്ക് പാസ്പോർട്ട് സേവാ പോർട്ടലിലൂടെ ഏറ്റവും പുതിയ നിരക്കുകളും അനുബന്ധ വിവരങ്ങളും പരിശോധിക്കാവുന്നതാണ്. 3 ആഴ്ച കൊണ്ട് 11,000 രൂപ ഇടിഞ്ഞ സ്വർണ്ണവിലയിൽ നേരിയ മുന്നേറ്റം. പവന് 200 രൂപയാണ് വർദ്ധിച്ചത്. 1,03,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 25 രൂപയാണ് കൂടിയത്. 12,980 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടിയാൽ സ്വർണത്തിന്റെ ആകർഷണം കുറയും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാണ് പ്രധാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയാൻ ഇടയാക്കിയത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,14,560 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. നിലവിൽ പവന് 11,000 രൂപയാണ് കുറഞ്ഞത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,14,560 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്.
ആഴ്ചകളായി ദുർബലമായി തുടരുന്ന കാലവർഷം ഈ മാസം അവസാനത്തോടെ ശക്തമാകാൻ സാധ്യത. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഞായറാഴ്ച മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കളാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയും കാറ്റും കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പാർട്ടിയിലും മുന്നണിയിലും ചർച്ചയാകാതെ മദ്യനികുതിയിൽ തീരുമാനമെടുക്കാനാകില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കണമെങ്കിൽ അതിനുള്ള അന്തരീക്ഷം രൂപപ്പെടണം. VM സുധീറിന്റെ പരസ്യ പ്രതികരണത്തിൽ തീരുമാനമെടുക്കേണ്ടത് KPCC ആണെന്നും കെ മുരളീധരൻ പറഞ്ഞു. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിലേക്ക് നമ്മൾ നടക്കുന്നതേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകളുടെ എണ്ണം കുറച്ചു. കഴിഞ്ഞ 10 വർഷമായി ഇഷ്ടം പോലെ കൊടുത്തതിന്റെ ഫലമാണ് ഇന്ന് സംസ്ഥാനം അനുഭവിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്നത് അതിന്റെ ഇമ്പാക്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്. അതിനാണ് മുമ്പ് സർക്കാർ ബീവറേജസ് കോർപ്പറേഷൻ കൊണ്ടുവന്നത്. ഒരിക്കലും മദ്യം ഉപയോഗിക്കാത്ത ആളായിരുന്നു കെ കരുണാകരൻ. അദ്ദേഹത്തിന്റെ കാലത്താണ് ബീവറേജസ് കോർപ്പറേഷൻ കൊണ്ടുവന്നത്. കുടിയന്മാർ എന്തായാലും സമൂഹത്തിലുണ്ട്, അവർക്ക് നല്ല സാധനം കൊടുക്കുക എന്നതായിരുന്നു ഉദ്ദേശം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഒരു അർത്ഥം അത് തന്നെയാണ്. ഇത് പക്ഷേ അധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും മുരളീധരൻ പറഞ്ഞു. അതിനായി ഘട്ടം ഘട്ടമാണ് ഇത് ഇല്ലാതാക്കുക എന്ന നീക്കം ഉമ്മൻചാണ്ടി തുടങ്ങിവെച്ചത്. വിദ്യാർത്ഥികൾക്ക് മദ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. അത് ലംഘിക്കുന്നവർക്കെതിരെ അതിശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിക്കാൻ LDF തീരുമാനിച്ചിരുന്നുവെങ്കിലും ഉദ്ദേശിച്ചത് കശുമാങ്ങ പോലെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മദ്യ ഉത്പാദനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം എന്താണെന്ന് ഫലപ്രദമായി പരിശോധിച്ച റിപ്പോർട്ട് കിട്ടണം എന്നാണ് താനെന്ന ഫയലിൽ എഴുതിയത്. നിർവചനം വേണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നികുതി കുറയ്ക്കണമെന്ന നിലപാടായി അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുകയെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. LDF സർക്കാരിന്റെ കാലത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയോ നികുതിയോ അന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചില്ലെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്ന് തന്നെയാണ് LDF നിലപാട്. എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് വിൽക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. വിഷയം LDF ഗൗരവമായി ചർച്ച ചെയ്തു. അന്നത്തെ എക്സൈസ് മന്ത്രി എന്ന നിലയിൽ ഞാൻ നേതൃത്വവുമായി ആലോചിച്ച് കേരളത്തിൽ പാഴായി പോകുന്ന കശുമാങ്ങ ഉൾപ്പെടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു. കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ സുലഭമായി കിട്ടുന്ന കശുമാങ്ങ പ്രയോജനപ്പെടുത്താനാണ് തീരുമാനിച്ചത്. ഗോവയിലെ ഫെനി മാതൃകയിൽ കശുമാങ്ങ ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനിച്ചത്. സഹകരണ മേഖലയിൽ നിന്നുള്ള ആവശ്യം ഇതിനായി പരിഗണിച്ചു. വിലയിടിവ് നേരിടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്കും കർഷകർക്കും ഇത് പ്രയോജനം ചെയ്യുമെന്നാണ് കരുതിയാണ് മുന്നോട്ട് പോയത്. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും ആലോചിക്കാൻ LDFും എക്സൈസും അന്ന് തീരുമാനിക്കുകയായിരുന്നു എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് കത്ത് വരുന്നത്. SDF ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള കമ്പനികളാണ് അപേക്ഷ നൽകിയത്. ഇതോടൊപ്പം സഹകരണ മേഖലയിൽ നിന്നടക്കമുള്ള കത്തുകൾ കൂടി ചേർത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം എന്താണെന്ന് ഫലപ്രദമായി പരിശോധിച്ച് റിപ്പോർട്ട് കിട്ടണം എന്നാണ് ഞാൻ എഴുതിയത്. നിർവചനം വേണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നികുതി കുറയ്ക്കണമെന്ന നിലപാടായി വ്യാഖ്യാനിക്കാൻ സാധിക്കുക? 2021 ഫയലിൽ ഞാൻ എഴുതിയത്. 2022 വിഷയം സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. അന്ന് ഞാനല്ല എക്സൈസ് മന്ത്രി. 2022 തന്നെയാണ് സബ്ജക്ട് കമ്മിറ്റി വിഷയം പരിശോധിക്കുന്നത്. കമ്മിറ്റിയിൽ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള അംഗങ്ങൾ ഉണ്ടായിരുന്നു. സബ്ജക്ട് കമ്മിറ്റി അംഗീകരിച്ചതിനെ തുടർന്ന് 2023 ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. 2023 ഫയലായെങ്കിലും LDF ഇതിനുമേൽ ഒരു നിലപാടും സ്വീകരിച്ചില്ല. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിനെ സംബന്ധിച്ചോ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നികുതി കുറവിനെ സംബന്ധിച്ചോ ഒന്നും LDF ചർച്ച ചെയ്തില്ലെന്ന് MV ഗോവിന്ദൻ തുടർന്നു. 91 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും 45,000-ന് മുകളിൽ ജനസംഖ്യയുമുള്ള കോടശ്ശേരി പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്ന നാട്ടുകാരുടെ ദീർഘാവശ്യം ശക്തമാകുന്നു.
11 വാർഡുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം കുണ്ടുഴിപ്പാടം ഹെൽത്ത് സബ് സെന്ററിൽ ഡോക്ടറെ പ്രത്യേകമായി നിയമിച്ച് സേവനം ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. പഞ്ചായത്തിലെ ഏക പ്രാഥമികാരോഗ്യ കേന്ദ്രം ചാലക്കുടി മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന എലിഞ്ഞിപ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ സമീപത്താണ്. പഞ്ചായത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള വാരൻകുഴി, മരുതുക്കുഴി, രണ്ടുകൈ, ചൂളക്കടവ് മുതലായ പ്രദേശങ്ങളിൽ നിന്ന് ചൌക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് 20 കിലോമീറ്റർ ദൂരത്തിലധികം സഞ്ചരിക്കേണ്ടി വരുന്നത് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് ഈ ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നുവെങ്കിലും നടപ്പായില്ല. പുതിയ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ച് കുണ്ടുഴിപ്പാടം ഹെൽത്ത് സെന്ററിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM ജോസ്, ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരനും MLA സനീഷ് കുമാർ ജോസഫിനും പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണനും നിവേദനം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ചാലക്കുടി കലാഭവൻ പാർക്കിൽ നിന്നും ലഹരി വിരുദ്ധ ബോധവൽക്കരണ വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കേരള സർക്കാർ സംസ്ഥാന വ്യാപകമായി ലഹരി മാഫിയയ്ക്കെതിരെ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി റൂറൽ പോലീസുമായി ചേർന്ന് ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. രാജ്യത്തെ പാസ്പോർട്ട് സേവനങ്ങളുടെ ഫീസ് ഘടനയിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. മൂന്നാഴ്ച കൊണ്ട് 11,000 രൂപ ഇടിഞ്ഞ സ്വർണ്ണവിലയിൽ നേരിയ മുന്നേറ്റം. ആഴ്ചകളായി ദുർബലമായി തുടരുന്ന കാലവർഷം ഈ മാസം അവസാനത്തോടെ ശക്തമാകാൻ സാധ്യത. പാർട്ടിയിലും മുന്നണിയിലും ചർച്ചയാകാതെ മദ്യനികുതിയിൽ തീരുമാനമെടുക്കാനാകില്ലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിക്കാൻ LDF തീരുമാനിച്ചിരുന്നുവെങ്കിലും ഉദ്ദേശിച്ചത് കശുമാങ്ങ പോലെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മദ്യ ഉൽപാദനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.